Dear students, welcome to corporate accounting class. In this class, we are going to prepare balance sheet of a life insurance company. Let us see a question. Share capital. Share capital, നമുക്ക് എവർക്കും അറിയാം ഷെഡ്യൂൾ 5. ലൈഫ് അഷുറൻസ് ഫണ്ട് ഷെഡ്യൂൾ 6 റിസർവ്സ് ആൻഡ് സർപ്ലസിൽ കാണിക്കേണ്ട ഐറ്റമാണ് ലൈഫ് അഷുറൻസ് ഫണ്ട്. അത് നമ്മൾ വിശദമായി പിന്നീട് പഠിക്കും. ഫർണിച്ചർ അത് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഷെഡ്യൂൾ 10. ക്യാഷ് 11 കറണ്ട് അസറ്റ്, ക്യാഷ് അറ്റ് ബാങ്ക് 11. സർപ്ലസ് ഇൻ റവന്യൂ അക്കൗണ്ട് ലൈഫ് അഷുറൻസ് ഫണ്ടിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ട ഐറ്റമാണ്. ഷെഡ്യൂൾ 6-ൽ പ്രോഫിറ്റ് പോലെ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസിന് സമാനമായ ഒരു ഐറ്റമാണ്. നമ്മൾ പിന്നീട് വിശദമായി ഞാൻ പഠിപ്പിക്കാം. സർപ്ലസ് ഇൻ റവന്യൂ അക്കൗണ്ടിനോട് ആഡ് ചെയ്യണം. കണ്ടിജൻസി റിസർവ് എന്ന് പറയുന്നത് ഷെഡ്യൂൾ 6 തന്നെയാണ് വരിക. സ്റ്റേഷനറി ഇൻ സ്റ്റോക്ക് കറണ്ട് അസറ്റാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് 8, ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഷെയർസ് 8. ലോൺസ് ഓൺ പോളിസീസ് എന്ന് പറഞ്ഞാൽ പോളിസി ഹോൾഡേഴ്സ് ഇൻഷുറൻസ് കമ്പനിയിൽ ലോൺ എടുക്കും. അവരടച്ച തുകയുടെ 80% 70% ലോൺ എടുക്കും. അത് ഇൻഷുറൻസ് കമ്പനി കൊടുത്ത ലോണാണ്. അപ്പോൾ അത് ഇൻഷുറൻസ് കമ്പനിയുടെ അസറ്റാണ്. അപ്പോൾ ലോൺസ് ഓൺ പോളിസീസ് എന്ന് പറയുന്ന ഷെഡ്യൂൾ 9-ലാണ് വരിക. ലോൺസ് ഓൺ മോർഗേജ്, വല്ല ഹൗസിംഗ് ലോൺ അങ്ങനെയുള്ള പരിപാടികളൊക്കെ അവർ ചെയ്യുന്നുണ്ടാവും. അതാണ് ലോൺസ് ഓൺ മോർഗേജ്. ഏജൻസ് ബാലൻസ് ഡെബിറ്റ് ബാലൻസ് ആണ്, അത് കറണ്ട് അസറ്റ്. സൺട്രി ക്രെഡിറ്റേഴ്സ് കറണ്ട് ലയബിലിറ്റീസ്. പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ പ്രൊവിഷൻ ഷെഡ്യൂൾ 14 പ്രൊവിഷൻ. പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് ഷെഡ്യൂൾ 14. അഡ്വാൻസ് പേയ്മെൻറ്റ് ഓഫ് ടാക്സ് കറണ്ട് അസറ്റ്സിൻ്റെ അവിടെയാണ് കാണിക്കേണ്ടത്, കറണ്ട് അസറ്റ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഷെഡ്യൂൾസിലേക്ക് പോവുകയാണ്. അപ്പോൾ ഓരോരോ ഷെഡ്യൂൾ ഷെയർ ക്യാപിറ്റൽ ഞാൻ നേരത്തെ പറഞ്ഞു. ഷെയർ ക്യാപിറ്റൽ ഷെഡ്യൂൾ 5 1 മുതൽ 4 വരെയുള്ള ഷെഡ്യൂളുകൾ നമ്മൾ റവന്യൂ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് പോയി. ഇവിടെ 5-ലാണ് ആരംഭിക്കുന്നത്. 6-ാമത്തെ ഷെഡ്യൂൾ റിസർവ്സ് ആൻഡ് സർപ്ലസ്. കണ്ടിജൻസി റിസർവ് അവിടെ വരും. ലൈഫ് അഷുറൻസ് ഫണ്ട് അറ്റ് ദ ഓപ്പണിംഗ് ആഡ് സർപ്ലസ് ഇൻ റവന്യൂ അക്കൗണ്ട്. അപ്പോൾ നമ്മൾ ബാലൻസ് ഷീറ്റ് റവന്യൂ അക്കൗണ്ടിൽ ചെയ്യുമ്പോഴും ഇത് ശ്രദ്ധിക്കുക. റവന്യൂ അക്കൗണ്ടിൻ്റെ സർപ്ലസ് ഇവിടെയാണ് ആഡ് ചെയ്യേണ്ടത്. ബോറോയിങ്സ് ഇല്ല. ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഗവൺമെൻറ് സെക്യൂരിറ്റീസ്, ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഷെയർസ്. ലോൺസ് 2 തരം ലോണുണ്ട്. ലോൺസ് ഓൺ പോളിസീസ് ഉണ്ട്, മോർഗേജ് ലോണുണ്ട്. ദെൻ ഫിക്സഡ് അസറ്റ്സ് അത് ഫർണിച്ചർ. ദെൻ 11 ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ്. ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്. അഡ്വാൻസസ് ആൻഡ് അതർ അസറ്റ്സ് കറണ്ട് അസറ്റിൽ പെട്ടതാണ്. അഡ്വാൻസസ് ആൻഡ് അതർ അസറ്റ്സ്, അഡ്വാൻസ് പേയ്മെൻറ്റ് ഓഫ് ടാക്സ്, ഏജൻസ് ബാലൻസ്, സൺട്രി ഡെറ്റേഴ്സ്, സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി. അതിൻ്റെ ടോട്ടൽ 368. കറണ്ട് ലയബിലിറ്റീസ്, സൺട്രി ക്രെഡിറ്റേഴ്സ്. പ്രൊവിഷൻസ് 2 ഐറ്റമാണുള്ളത്. പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ, പ്രപ്പോസ്ഡ് ഡിവിഡൻഡ്. ഇനി നമുക്കതിൻ്റെ ബാലൻസ് ഷീറ്റിലേക്ക് പോകാം. ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ 2 ഹെഡാണ് ബാലൻസ് ഷീറ്റിനുള്ളത്. സോഴ്സസ് ഓഫ് ഫണ്ട്, ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട്സ്. ഇപ്പോൾ സോഴ്സസ് ഓഫ് ഫണ്ടിൽ 3 ഷെഡ്യൂൾസാണ് വരുന്നത്. ഷെയർ ക്യാപിറ്റൽ ഷെഡ്യൂൾ 5, റിസർവ്സ് ആൻഡ് സർപ്ലസ് ഷെഡ്യൂൾ 6, ബോറോയിങ്സ് ഷെഡ്യൂൾ 7. അതിൻ്റെ 3ൻ്റെയും കൂടെ ടോട്ടൽ എടുക്കുക. സോഴ്സസ് ഓഫ് ഫണ്ടിൽ 5, 6, 7 അതാണ് ലയബിലിറ്റി സൈഡിൻ്റെ ടോട്ടൽ. നമ്മൾ അസറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ആപ്ലിക്കേഷൻ ഷെഡ്യൂൾ 8 ഇൻവെസ്റ്റ്മെൻറ്റ്, ഷെഡ്യൂൾ 9 ലോൺസ്, ഷെഡ്യൂൾ 10 ഫിക്സഡ് അസറ്റ്സ്. ഇനിയും നമ്മൾ ചെയ്യേണ്ടത്, ഇനി നമുക്ക് 2 ഐറ്റം ഇവിടെ ഉണ്ട്, കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റീസും. ഈ കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റീസ് സെപ്പറേറ്റ് ആയിട്ട് കണ്ടിട്ട് അതിൻ്റെ ഡിഫറൻസ് നമ്മൾ എടുക്കണം. അതാണ് നെറ്റ് കറണ്ട് അസറ്റ്. ആ ഡിഫറൻസ് ആണ് ഈ പറയുന്ന ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ടിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പറയാം, കറണ്ട് അസറ്റിൽ ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ് 380, അഡ്വാൻസസ് 360, ടോട്ടൽ 748. അത് ഇന്നർ കോളത്തിൽ എഴുതുക. കറണ്ട് ലയബിലിറ്റീസ് ഷെഡ്യൂൾ 13 45, പ്രൊവിഷൻസ് 197. അപ്പോൾ അതിൻ്റെ സബ് ടോട്ടൽ 242. ഇപ്പോൾ നെറ്റ് കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നേരത്തെ നമ്മൾ ചെയ്തത് എന്താ, കറണ്ട് ലയബിലിറ്റീസ് സോഴ്സസിൻ്റെ അവിടെ എഴുതുകയും കറണ്ട് അസറ്റ്സ് ആപ്ലിക്കേഷൻ്റെ അവിടെ എഴുതുകയും ചെയ്തിരുന്നത്. ഇതവിടെ നെറ്റ് കറണ്ട് അസറ്റ് ഒരു കൺസെപ്റ്റാണ് ഇവിടെ നമ്മൾ കാണിക്കുന്നത്. ഇവിടെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ഈ പറയുന്ന കറണ്ട് അസറ്റിൻ്റെ ടോട്ടലിൽ നിന്നും കറണ്ട് ലയബിലിറ്റീസ് മൈനസ് ചെയ്തിട്ടുള്ള നെറ്റ് എമൗണ്ട് വേണം ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട്സിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ. അപ്പോൾ ആ 2 ഐറ്റംസും
അതായത് കറണ്ട് അസറ്റിൻ്റെ ടോട്ടലും കറണ്ട് ലയബിലിറ്റീസിൻ്റെ ടോട്ടലും ഇന്നർ കോളത്തിൽ ചെയ്തതിന് ശേഷം നെറ്റ് കറണ്ട് അസറ്റ് എടുത്ത് ഔട്ടർ കോളത്തിൽ എഴുതുക. അപ്പോഴാണ് 17,570 രണ്ട് സൈഡിലും വരിക. വളരെ ശ്രദ്ധിക്കുക, ഇതൊരു പുതിയ മാറ്റമാണ്. കറണ്ട് അസറ്റ് കറണ്ട് ലയബിലിറ്റീസ് രണ്ടും സെപ്പറേറ്റ് ആയി കണ്ടതിന് ശേഷം അതിൻ്റെ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ബാലൻസ് ഷീറ്റ് ടോട്ടൽ കിട്ടും. താങ്ക് യു. നമുക്കൊരു ക്വസ്റ്റ്യനും കൂടിയുണ്ട്. എന്താണ് ബിൽഡിങ്, പിന്നെ ഫർണിച്ചർ, ഹൗസ് പ്രോപ്പർട്ടി, പ്രീമിയം ഔട്ട്സ്റ്റാൻഡിങ്, ക്യാഷ് ഇൻ ഹാൻഡ്, ബാലൻസ് വിത്ത് ബാങ്ക്സ്, ഇൻവെസ്റ്റ്മെൻറ്റ്സ്, ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഗവൺമെൻറ് സെക്യൂരിറ്റീസ്, ദെൻ ലോൺസ് ഓൺ പോളിസീസ്, പിന്നെ മോർഗേജ് ലോൺ, ഏജൻസ് ബാലൻസ്, സൺട്രി ഡെറ്റേഴ്സ്, ഇങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഉണ്ട്. നമുക്കിത് വളരെ പെട്ടെന്ന് ഇതിൻ്റെ ആ ഒരു ഐറ്റംസ് ഒന്ന് നോക്കിപ്പോവാം. വളരെ പെട്ടെന്ന് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. പിന്നെ നമ്മൾ ഈ ഓരോ ഐറ്റംസും നമ്മൾ വരുന്നത് ഇപ്പം ബിൽഡിങ്സ് എന്ന് പറയുന്നത് നമുക്ക് ഏവർക്കും അറിയാം. ബിൽഡിങ്സ് എന്ന് പറയുന്നത് എവിടെയാണ് വരിക? ഫിക്സഡ് അസറ്റ്സ് ഷെഡ്യൂൾ 10. ഫർണിച്ചർ അതും എവിടെയാണ് വരിക? ഷെഡ്യൂൾ 10. ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഓഫീസിൻ്റെ കെട്ടിടങ്ങളാണ്, അതും ഷെഡ്യൂൾ 10. പ്രീമിയം ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയുന്നത് കറണ്ട് അസറ്റ്സിൽ അവിടെ ഷെഡ്യൂൾ 12ലാണ് വരിക. എവിടെ വരിക? ഷെഡ്യൂൾ 12ൽ അഡ്വാൻസസ് ആൻഡ് അതർ അസറ്റ്സ്. ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറയുന്നത് നമ്മൾ കറണ്ട് അസറ്റ് ഷെഡ്യൂൾ 11 ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ്. ദെൻ ബാലൻസ് വിത്ത് ബാങ്ക്സും ഷെഡ്യൂൾ 11ൽ തന്നെയാണ്. ഇൻവെസ്റ്റ്മെൻറ്റ്സ് നമുക്കറിയാം ഷെഡ്യൂൾ 8. ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഗവൺമെൻറ് സെക്യൂരിറ്റീസ്, ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഷെയർസ്. ലോൺസ് ഓൺ പോളിസീസ് ഷെഡ്യൂൾ 9 ലോൺസ്. മോർഗേജ് ലോണും ഷെഡ്യൂൾ 9. ഏജൻസ് ബാലൻസ് ഞാൻ നേരത്തെ പറഞ്ഞു, അത് ഷെഡ്യൂൾ 12 അഡ്വാൻസസ്, അത് ഡെബിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ ഇങ്ങോട്ട് പൈസ കിട്ടാനാണ് ഡെബിറ്റ് ബാലൻസ്. ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് ഷെഡ്യൂൾ 15 മിസല്ലേനിയസ് എക്സ്പെൻഡിച്ചർ. നോട്ട് ചെയ്യുക, മിസല്ലേനിയസ് എക്സ്പെൻഡിച്ചർ. ദെൻ ലൈഫ് അഷുറൻസ് ഫണ്ട് നമുക്ക് ഏവർക്കും അറിയാം ഷെഡ്യൂൾ 6. ഷെയർ ക്യാപിറ്റൽ ഷെഡ്യൂൾ 5. കണ്ടിജൻസി റിസർവ് ഷെഡ്യൂൾ 6. സർപ്ലസ് ഇൻ റവന്യൂ അക്കൗണ്ട് നമ്മൾ ലൈഫ് അഷുറൻസ് ഫണ്ടിൻ്റെ കൂടെ അത് ആഡ് ചെയ്യണം, സർപ്ലസ് ആഡ് ചെയ്യണം. അതേപോലെ തന്നെ ബോറോയിങ്സ് ഫ്രം ബാങ്ക്സ് അത് ഷെഡ്യൂൾ 7. ദെൻ സൺട്രി ക്രെഡിറ്റേഴ്സ് കറൻറ്റ് ലയബിലിറ്റീസ് ഷെഡ്യൂൾ 13. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസും കറൻറ്റ് ലയബിലിറ്റീസ് ഷെഡ്യൂൾ 13. രണ്ട് അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്, പ്രപ്പോസ്ഡ് ഡിവിഡൻറ്റും ഇതാണ് ടാക്സേഷനും. അപ്പോൾ പ്രപ്പോസ്ഡ് ഡിവിഡൻറ്റ് നമ്മൾ അത് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ നമ്മളത് കാണിക്കണം, പിന്നെ ടാക്സേഷനും കാണിക്കണം. അത് രണ്ടും കറൻറ്റ് ലയബിലിറ്റി ആയിട്ട് നമ്മൾ പ്രൊവിഷൻസ് ഷെഡ്യൂൾ 14ൽ ഈ രണ്ട് ഐറ്റവും കാണിക്കണം. പ്രൊവിഷൻ ഫോർ ഇൻകം ടാക്സ്, പ്രപ്പോസ്ഡ് ഡിവിഡൻറ്റ്. ഇനി ഇതിൻ്റെ ഷെഡ്യൂൾസിലേക്ക് വളരെ പെട്ടെന്ന് നമുക്ക് പോവാം. ഷെഡ്യൂൾ 5. ദെൻ റിസർവ്സ് ആൻഡ് സർപ്ലസിൽ കണ്ടിജൻസി റിസർവ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ ലൈഫ് അഷുറൻസ് ഫണ്ട്, ഇപ്പോൾ ഇവിടെ നമ്മൾ പിന്നെ ഇതിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാക്കാത്തതുകൊണ്ട് ഇവിടെ തന്നെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിരിക്കുകയാണ്. ലൈഫ് അഷുറൻസ് ഫണ്ടിനോടുകൂടി സർപ്ലസ് ആഡ് ചെയ്തു. അതിൽ നിന്ന് നമ്മൾ സർപ്ലസിൽ നിന്ന് ഈ ഡിവിഡൻറ്റും പ്രൊവിഷൻ ഫോർ ടാക്സും മൈനസ് ചെയ്തു. അപ്പോൾ ലൈഫ് അഷുറൻസ് ഫണ്ടിനോടുകൂടി സർപ്ലസ് ആഡ് ചെയ്തു. സർപ്ലസിൽ നിന്ന് മൈനസ് ചെയ്യേണ്ട പ്രപ്പോസ്ഡ് ഡിവിഡൻറ്റും പ്രൊവിഷൻ ഫോർ ടാക്സും മൈനസ് ചെയ്തു. നെറ്റ് എമൗണ്ടാണ് നമ്മൾ ഷെഡ്യൂൾ 6ൽ പിന്നെ ലൈഫ് അഷുറൻസ് ഫണ്ടായിട്ട് കാണിക്കുന്നത്. ബോറോയിങ്സ് ഷെഡ്യൂൾ 7. ഷെഡ്യൂൾ 8 ഇൻവെസ്റ്റ്മെൻറ്റ്സ്. ഷെഡ്യൂൾ 8 ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഗവൺമെൻറ് സെക്യൂരിറ്റീസ്, ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഷെയർസ്. ദെൻ ഷെഡ്യൂൾ 9 ലോൺസ് ഓൺ പോളിസീസ്. ഷെഡ്യൂൾ 10 ഫിക്സഡ് അസറ്റ്സ്, ഹൗസ് പ്രോപ്പർട്ടി, ബിൽഡിങ്സ്, ദെൻ ഫർണിച്ചർ. ഷെഡ്യൂൾ 11 ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ്, ക്യാഷ് ഇൻ ഹാൻഡ്, ബാലൻസ് വിത്ത് ബാങ്ക്സ്. ഷെഡ്യൂൾ 12 അഡ്വാൻസസ് ആൻഡ് അതർ അസറ്റ്സ്, ഏജൻസ് ബാലൻസ്, പ്രീമിയം ഔട്ട്സ്റ്റാൻഡിങ്, സൺട്രി ഡെറ്റേഴ്സ് ടോട്ടൽ. ദെൻ ഷെഡ്യൂൾ 13 കറൻറ്റ് ലയബിലിറ്റീസ്. എന്തൊക്കെയാണ്? സൺട്രി ക്രെഡിറ്റേഴ്സും ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസും. ഷെഡ്യൂൾ 14 പ്രൊവിഷൻ. ഞാൻ നേരത്തെ പറഞ്ഞു രണ്ട് തരം പ്രൊവിഷനുണ്ട്, രണ്ട് ഐറ്റം ഉണ്ട്. പ്രൊവിഷൻ ഫോർ ടാക്സേഷനും പ്രൊപ്പോസ്ഡ് ഡിവിഡൻറ്റും. ടോട്ടൽ 5,60,000. മിസല്ലേനിയസ് എക്സ്പെൻഡിച്ചർ ഷെഡ്യൂൾ 15 1 lakh. നമ്മൾ ബാലൻസ് ഷീറ്റിലേക്ക് പോകുമ്പോൾ ഷെയർ ക്യാപിറ്റൽ ഷെഡ്യൂൾ 5, റിസർവ്സ് ആൻഡ് സർപ്ലസ് ഷെഡ്യൂൾ 6, ബോറോയിങ്സ് ടോട്ടൽ കിട്ടി. ഇനി ആപ്ലിക്കേഷൻ ശ്രദ്ധിക്കുക. ഇൻവെസ്റ്റ്മെൻറ്റ്, ലോൺസ്, ഫിക്സഡ് അസറ്റ്സ്, ഇത് മൂന്നും ഔട്ടർ കോളത്തിൽ എഴുതുക. ഇനി കറണ്ട് അസറ്റ് ഷെഡ്യൂൾ 11 ക്യാഷ് ആൻഡ് ബാങ്ക്, അഡ്വാൻസസ് 11ഉം 12ഉം, അത് രണ്ടും കൂടി നമ്മൾ ടോട്ടൽ ചെയ്യുന്നു സബ് ടോട്ടൽ എ.
കറൻറ്റ് ലയബിലിറ്റീസ് ഷെഡ്യൂൾ 13-ഉം ഷെഡ്യൂൾ 14-ഉം ഷെഡ്യൂൾ 13-ഉം ഷെഡ്യൂൾ 14-ഉം. അപ്പം ഷെഡ്യൂൾ 13 കറൻറ്റ് ലയബിലിറ്റീസ് അത് 12,20,000. പ്രൊവിഷൻ ഷെഡ്യൂൾ 14 അത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 25,30,000 മൈനസ് 17,80,000. അത് തമ്മിലുള്ള ഡിഫറൻസ് വരുമ്പം 7,50,000 ആണ് നെറ്റ് കറണ്ട് അസറ്റ്. അപ്പോൾ അത് ആഡ് ചെയ്യുക. പിന്നെ മിസല്ലേനിയസ് എക്സ്പെൻഡിച്ചർ ലോസ് അത് ഷെഡ്യൂൾ 15 അതും അവിടെ വരും. അപ്പോൾ ടോട്ടൽ ഓഫ് ദ ബാലൻസ് ഷീറ്റ് 3,11,00,000 വരും. 3,11,00,000. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റീസ് അതാണ് നെറ്റ് കറണ്ട് അസറ്റ്. നിങ്ങളിത് ചെയ്യുക. നമ്മൾ നാളുകളിൽ ഇതിൻ്റെ അടുത്ത അഡ്വാൻസ് സ്റ്റെപ്പിലേക്ക് പോയി 2 കണക്കുകളും നിങ്ങൾ ചെയ്തു വെക്കുക. താങ്ക് യു.